സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയത് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. 6-ലധികം സംസ്ഥാനങ്ങളിൽ 20 കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഷാദ്. സമ്പന്നർ പാർക്കുന്ന പ്രദേശം ഗൂഗിളിൽ തിരഞ്ഞാണ് പ്രതി പനമ്പിള്ളി നഗറിലെത്തിയത്. CCTV ദൃശ്യങ്ങളിലെ കാറിനെ പിന്തുടർന്നാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു. ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു. ഏകദേശം 1,20,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് മോഷണം പോയത്. ആ മോഷ്ടാവിനെ 15 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു നേട്ടമാണ്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അലി അക്ബർ ഷാ, വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഒരു സംവിധായകന്റെ വീട്ടിൽ ഒരു സിനിമാ സ്റ്റൈൽ മോഷണമാണ് നടന്നത് എന്നതുകൂടി വ്യക്തമാവുകയല്ലേ? ഒരു സ്ഥിരം കുറ്റവാളി കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടാക്കി മോഷണത്തിനായി എത്തുന്നു, അങ്ങനെയല്ലേ സംഭവിച്ചത്? സുജിയ, പോലീസിന് ഒരു നേട്ടം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന സംഭവമാണ് ഉണ്ടായത്. കാരണം ഈ മോഷണം നടന്ന് 15 മണിക്കൂറിനുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ, അത് കർണാടകയിലേക്ക് കടന്ന പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിരിക്കുന്നു. അതിലേറെ നിർണായകമായത് കർണാടക പോലീസിന്റെ സഹായം തന്നെയാണ്. ഈ കേസന്വേഷണത്തിൽ കേരള പോലീസിന് ഏറ്റവും വഴിത്തിരിവായത് ഈ കാറിന്റെ CCTV ദൃശ്യങ്ങളാണ്. ഈ മോഷണം നടന്ന വീട്ടിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളും മറ്റൊരു CCTVയിൽ നിന്നും ലഭിച്ച ഈ ബീഹാർ രജിസ്ട്രേഷൻ കാറിന്റെ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിലെ അന്വേഷണം. ഈ കാറ് പോയ വഴിയിലൂടെ പിന്തുടർന്നാണ് ഈ കാറ് കർണാടകയിലേക്ക് കടന്നുവെന്ന് കണ്ടെത്തുന്നതും പിന്നീട് കർണാടക പോലീസിന്റെ സഹായം തേടുന്നതും. കർണാടക പോലീസിന്റെ കൃത്യമായ ഇടപെടലും സഹായവും ഉണ്ടായി എന്നും അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. 1 കോടിയോളം രൂപ വില വരുന്ന ആഭരണങ്ങളായിരുന്നു മോഷണം പോയത്. അതുപോലെ തന്നെ ഈ വീട്ടിലെ CC ക്യാമറകൾ പ്രതി തിരിച്ചു വെച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാതെ വന്നിരുന്നു. പക്ഷേ പ്രദേശത്തെ മറ്റ് CC ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ കാറിലേക്ക് എത്താൻ സാധിച്ചു. ഈ പ്രതിയുടെ ഭാര്യ ബീഹാറിലെ ഒരു പഞ്ചായത്ത് ഭാരവാഹി കൂടിയാണ്, പഞ്ചായത്ത് അംഗം കൂടിയാണ്. അവരുടെ ഔദ്യോഗിക പേരും ചിഹ്നവും പേരുണ്ടായിരുന്ന കാർ ഉപയോഗിച്ചാണ് ഇയാൾ ബീഹാറിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇത് അവരുടെ ഔദ്യോഗിക വാഹനമാണോ അല്ലയോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇവരുടെ പേരുപയോഗിച്ചുള്ള വാഹനത്തിലായിരുന്നു ഇയാൾ ഇങ്ങോട്ട് കടന്നത്. ഇത് ഇയാൾക്ക് ഇങ്ങോട്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകമായി എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ കൊച്ചിയിലെ സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഗൂഗിളിൽ തിരഞ്ഞാണ് പ്രതി കൊച്ചി പനമ്പള്ളി നഗറിലെ ഈ സംവിധായകൻ ജോഷിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആദ്യം ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റു 3 വീടുകളിൽ മോഷണശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഇത് വിജയിച്ചില്ല. അതിനുശേഷമാണ് ജോഷിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ മാസം 20-നാണ് പ്രതി കേരളത്തിലേക്ക് എത്തിയതെന്നും ഈ മോഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.